സെക്കൻഡ് ടേം 2018 ചോദിച്ച 3 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ചെയ്യാം നമുക്ക്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഇപ്പോൾ പഠിച്ച റിസൾട്ട് ക്ലിയർ ആവും. ചിത്രം ശ്രദ്ധിക്കുക. ഇൻ ദ ഫിഗർ PA ആൻഡ് PB ആർ ടാൻജൻസ്. ആംഗിൾ C is equal to 50 degree. First part of the question. Write the angle measures of triangle PAB. What is the measure of angle P if angle C is equal to angle P? ചിത്രത്തിൽ PA PB ഇവ തൊടുവരകളാണ്. കോൺ C 50 ഡിഗ്രി. ത്രികോണം PAB യുടെ കോണളവുകൾ എഴുതുക. കോൺ C സമം കോൺ P ആണെങ്കിൽ കോൺ P എത്രയായിരിക്കും? ഇതാണ് കാണാൻ പറഞ്ഞത്. നമുക്ക് തന്നതിൽ നിന്ന് തുടങ്ങാം. നമുക്ക് തന്നത് C ആണ്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെയാണ്, കോഡ് തന്നിട്ടുണ്ടോ എന്ന് നോക്കുക. മേജർ പാർട്ടിലെ ആംഗിൾ തന്നിട്ടുണ്ടെങ്കിൽ നമ്മളോട് കാണാൻ പറഞ്ഞത് ട്രയാങ്കിൾ PABന്റെ ആംഗിൾസ് ആണ്. എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ കണ്ടുപിടിക്കണം, ഈ ആംഗിൾ കണ്ടുപിടിക്കണം, ഈ ആംഗിളും കണ്ടുപിടിക്കണം. അപ്പം നമുക്കറിയാം മേജർ പാർട്ടിലെ ആംഗിൾ തന്നാൽ അതേ കോഡ് മൈനർ പാർട്ടില് കോഡും ടാൻജന്റുമായി ഉണ്ടാക്കുന്ന ആംഗിളും എന്ത് തന്നെയായിരിക്കും? തുല്യമായിരിക്കും. അപ്പോൾ ഇത് 50 ആണെങ്കിൽ ഇതും എന്താണ്? 50. ഇതും എന്താണ്? 50. ഇത് 50, ഇത് 50 ആയാൽ ഇത് എത്രയായിരിക്കണം? ടോട്ടൽ 180 കിട്ടണം. സോ ഇത് 80 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് ആൻസർ കിട്ടിയ ഒന്നാമത്തെ ആൻസർ ഇൻ ട്രയാങ്കിൾ PAB ആംഗിൾ A is equal to ആംഗിൾ B is equal to 50 ഡിഗ്രി. റീസൺ എഴുതണ്ടല്ലോ. നമുക്കത് ആ ഒരു കാര്യം ഓർത്താൽ മതി. ആംഗിൾ ഇൻ ദ മേജർ പാർട്ട് ഓഫ് ദ സർക്കിൾ made by the chord is same as that of the angles made by the same chord and tangents. വൃത്തത്തിന്റെ വലിയ ഭാഗത്ത് ഞാൻ ഉണ്ടാക്കുന്ന കോൺ അതിന്റെ മറ്റേ ഭാഗത്ത് ചെറിയ ഭാഗത്ത് ഞാനും തൊടുവരയും തമ്മിലുണ്ടാക്കുന്ന കോണുകൾക്ക് തുല്യമാണ്. ആ റീസൺ വേണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ എഴുതി വെച്ചാൽ മതി. അപ്പോൾ ആംഗിൾ എയും ആംഗിൾ ബിയും 50 ആണ്. ആംഗിൾ പി നമ്മൾ കണ്ടുപിടിച്ചു 80 ഡിഗ്രി. ഇനി രണ്ടാമത്തെ പാർട്ട് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആംഗിൾ സിയും ആംഗിൾ പിയും ഈക്വൽ ആണെങ്കിൽ ആംഗിൾ പി എത്രയാവണം? സോ നമുക്കിവിടെ ആംഗിൾ സിയും ആംഗിൾ പിയും ഈക്വൽ ആകുന്ന വിധത്തിൽ ഏതായിരിക്കണം ആംഗിൾ വരിക? നമുക്കറിയാം സി ഏതാണോ ആംഗിൾ വരിക അത് തന്നെയാണ് എക്കും ബിക്കും വരേണ്ടത്. അതിനനുസരിച്ചിട്ട് വേണം നമുക്ക് പി വരാൻ. എന്ന് പറഞ്ഞാൽ പിയും എയും ബിയും ഒരേ ആംഗിൾസ് വരും വേണം. ഇത് മൂന്നും കൂട്ടിയാൽ 180 കിട്ടണം. അങ്ങനെയുള്ള ആംഗിൾ ഏതാണ്? 60 ഡിഗ്രി ആണല്ലോ. അപ്പൊ നമ്മൾ ഈ ചിത്രത്തെ ഒന്ന് മാറ്റി വരയ്ക്കാം. റഫായിട്ട് വരച്ചാൽ മതി. ഒരു സർക്കിള്, അവിടെ ഒരു കോഡ്, ആ കോഡിന്റെ എൻഡ് പോയിന്റ്സിൽ നിന്ന് ടാൻജൻസ്. ഓക്കെ, ഇവിടെ നമുക്ക് മേജർ പാർട്ടിൽ ഒരാംഗിൾ. ഇതാണ് സി, ഇത് പി, ഇത് എയും ബിയും. നമ്മുടെ കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആവണം. ഇത് ഏതാണോ എടുക്കുന്നത് അത് തന്നെയായിരിക്കണം ഇത് രണ്ടും. അപ്പോൾ എയും ബിയും പിയും ഈക്വൽ ആയിട്ടുള്ള ആംഗിൾ വേണം എടുക്കാൻ. നമുക്കറിയാം ഒരു ട്രയാങ്കിളിലെ 3 ആംഗിൾസും ഈക്വൽ ആകുന്നത് ഈക്വലാട്രൽ ട്രയാങ്കിളിൽ മാത്രമാണ്. ഇത് 60 എടുത്താൽ മാത്രമാണ് ഇത് രണ്ടും 60 ആവുകയുള്ളൂ. അപ്പോഴാണ് ഇത് 60 ആവുകയുള്ളൂ. എന്നാൽ മാത്രമാണ് സിയും പിയും ഈക്വൽ ആവുന്നത്. അപ്പൊ സിയും പിയും ഈക്വൽ ആവുന്ന വിധത്തിൽ പി ഏതെടുക്കണം? പി 60 ഡിഗ്രി എടുക്കണം. സെക്കൻഡ് ടേം 2017 3 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ചെയ്യാം. ചിത്രം ശ്രദ്ധിക്കുക. ഇൻ ദ ഫിഗർ PA PB are two tangents to the circle with center O. If angle PAB is equal to 50 degree, write the measures of angle AQB, angle AOB and angle APB.
ചിത്രത്തിൽ പി എ പി ബി എന്നിവ O കേന്ദ്രമായ വൃത്തത്തിലേക്കുള്ള രണ്ട് തൊടുവരകളാണ്. കോൺ പി എ ബി 50 ഡിഗ്രിയാണ് എങ്കിൽ കോൺ എ ക്യു ബി, കോൺ എ ഒ ബി, കോൺ എ പി ബി എന്നിവ എഴുതുക. നമുക്ക് ആകെ തന്നിട്ടുള്ളത് ആംഗിൾ പി എ ബി. ഈ ആംഗിളാണ് നമുക്ക് തന്നിരിക്കുന്നത്. അത് 50 ഡിഗ്രി എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏത് ആംഗിൾ നിങ്ങൾക്ക് എഴുതാം. നമ്മൾ പഠിച്ച റിസൾട്ട് വെച്ച് തന്നെ നോക്കുക. ഇത് 50 ആണെങ്കിൽ ഈ ആംഗിളും എന്തായാലും എന്താണ്? ഈക്വൽ ആണ്. ഇതും 50 തന്നെ. ഇത് രണ്ടും 50 ആണെങ്കിൽ മേജർ പാർട്ടിൽ ഉണ്ടാക്കുന്ന ആംഗിളും എന്ത് തന്നെയാണ്? 50 ആണ്. ഓക്കെ, അപ്പോൾ സെൻട്രൽ ആംഗിൾ ഉണ്ടാക്കുന്ന ആംഗിൾ എന്താണ്? ഇതെത്രയാണോ അതിന്റെ ഇരട്ടിയാണ്. സെൻട്രൽ ആംഗിളിന്റെ പകുതിയാണ് ഇതെന്ന് പറഞ്ഞാൽ സെൻട്രൽ ആംഗിൾ ഈ ആംഗിളിന്റെ ഇരട്ടിയാണ്. ഇതിന്റെ ഇരട്ടിയാണ്. അപ്പൊ 50 വന്ന അതിന്റെ ഡബിൾ 100. ഓക്കെ, ഇത് 100 ആണെങ്കിൽ ഇത് എത്രയായിരിക്കണം? ഇത് രണ്ടും എന്താണ്? സപ്ലിമെന്ററി ആയിരിക്കണം. ആംഗിൾ ബിറ്റ്വീൻ റേഡി ആണ്, ആംഗിൾ ബിറ്റ്വീൻ ടാൻജൻസ് ആണ്. അത് രണ്ടും കൂടെ കൂട്ടിയാൽ 150 വേണം. സോ ഈ ആംഗിൾ എത്രയായിരിക്കണം? 80 ഡിഗ്രി. ഇതിങ്ങനെയും ചെയ്യാം. ട്രയാംഗിൾ എ പി ബി എടുത്താൽ 50, 50, 100, ബാക്കി 80 ഇവിടെ. ആ രീതിയിലും ചെയ്യാം. അപ്പൊ ഈ ഫിഗറിലുള്ള എല്ലാ ആംഗിൾസും നമ്മൾ അറിയാവുന്ന കോൺസെപ്റ്റുകൾ വെച്ച് ചെയ്തു. ഇനി നമുക്ക് ഓരോന്ന് എഴുതിയെടുക്കാം. ആംഗിൾ എ ക്യു ബി, ചിത്രം നോക്കൂ. ആംഗിൾ എ ക്യു ബി 50. അടുത്തത് ആംഗിൾ എ ഒ ബി, ആംഗിൾ എ ഒ ബി 100. അടുത്തത് ആംഗിൾ എ പി ബി, ആംഗിൾ എ പി ബി 80. മനസ്സിലായല്ലോ എന്താ ചെയ്തെന്ന്? തന്ന ആംഗിൾ എഴുതി. ഈ ആംഗിൾ എത്രയാണോ അത് തന്നെയാണ് ഈ ആംഗിൾ. ഇത് രണ്ടും എത്രയാണോ അതാണ് മേജർ പാർട്ടിൽ ഉണ്ടാക്കുന്ന ആംഗിൾ. അതിന്റെ ഡബിൾ ആണ് സെൻട്രൽ ആംഗിൾ വരിക. ഇതറിയാമെങ്കിലും സെൻട്രൽ ആംഗിൾ എഴുതാം. റിസൾട്ട് 5-ലെ ഒന്നാമത്തെ കേസ്. ഈ സെൻട്രൽ ആംഗിൾ അറിയാമെങ്കിൽ, ആംഗിൾ ബിറ്റ്വീൻ റേഡി അറിയാമെങ്കിൽ, ആംഗിൾ ബിറ്റ്വീൻ ടാൻജൻസ് അറിയാം നമുക്ക്. റിസൾട്ട് 4 ഉപയോഗിച്ച് ഇത് 100 വരുമ്പോൾ ഇത് 80. SSLC ക്വസ്റ്റ്യൻ. ചിത്രം ശ്രദ്ധിക്കുക. In the figure, in circle of triangle ABC touches the side of the triangle at P, Q and R. Find the angles of triangle ABC. ത്രികോണം ABCയുടെ അന്തർവൃത്തം വശങ്ങളെ PQR എന്നീ ബിന്ദുക്കളിൽ തൊടുന്നു. ത്രികോണം ABCയുടെ കോണുകളുടെ അളവുകൾ കണക്കാക്കുക. നമുക്ക് തന്നിരിക്കുന്ന മെഷേഴ്സ് നിങ്ങൾ ശ്രദ്ധിക്കുക. ഉള്ളിൽ ഒരു ട്രയാങ്കിൾ കാണാം, PQR. അതിൽ കോൺ P നമുക്ക് 50 ഡിഗ്രി, ആംഗിൾ Q 80 ഡിഗ്രി എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. കണ്ടുപിടിക്കേണ്ടത് ട്രയാങ്കിൾ ABCയുടെ ആംഗിൾസ് ആണ്. ഇപ്പോൾ ഞാൻ മാർക്ക് ചെയ്ത ആംഗിൾസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് തന്നതിൽ നിന്ന് തുടങ്ങാം. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് 50 ഡിഗ്രി ആണ്. ഈ 50 ഡിഗ്രി ഈ RQ എന്ന കോഡ് മേജർ പാർട്ടിൽ ഉണ്ടാക്കിയ ആംഗിളാണ്. അപ്പോൾ അതേ ആംഗിൾ തന്നെയായിരിക്കും ഈ രണ്ട് ആംഗിൾസ്. ഇത് 50 ആണെങ്കിൽ ഇതും 50, ഇതും 50. അപ്പൊ നമുക്ക് ആംഗിൾ സി എഴുതാം. 50, 50, 100, ബാക്കി ഇവിടെ 80. അപ്പൊ ആംഗിൾ സി കിട്ടും 80 ഡിഗ്രി എന്ന്. പിന്നെ നമുക്ക് കിട്ടിയതിൽ നിന്ന് തുടങ്ങാം. 80 ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അത് ഏത് കോഡ് ഉണ്ടാക്കുന്ന ആംഗിൾ ആണ്? RP എന്ന കോഡ് മേജർ പാർട്ടിൽ ഉണ്ടാക്കിയ ആംഗിൾ ആണ് ഇത് 80. അപ്പോൾ അതേ കോഡ് മൈനർ പാർട്ടിൽ ടാൻജന്റുമായി ഉണ്ടാക്കുന്ന ആംഗിളും അത് തന്നെ ആയിരിക്കും. ഇത് 80 ആണെങ്കിൽ ഇതും 80, ഇതും 80. അപ്പോൾ ബാക്കിയുള്ളതാണ് ആംഗിൾ. 80ഉം 80ഉം 160, ബാക്കി 180ലേക്ക് 20. സോ ഈ ആംഗിൾ എ എത്രയായിരിക്കും? 20. അപ്പൊ ട്രയാങ്കിൾ ABCയിലെ രണ്ട് ആംഗിൾസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ആംഗിൾ കിട്ടാൻ ബുദ്ധിമുട്ടില്ല. എത്ര വരും? 80ഉം 20ഉം. 80ഉം 20ഉം 100, ബാക്കി 80 ഇവിടെ. ഓക്കെ, അപ്പൊ ട്രയാങ്കിൾ ABCയുടെ 3 ആംഗിൾസും നമ്മൾ കണ്ടുപിടിച്ചു. സോ നമുക്ക് എഴുതാം. ആംഗിൾ A 20 ഡിഗ്രി, ആംഗിൾ B 80 ഡിഗ്രി,
ആംഗിൾ സി 80 ഡിഗ്രി. ഇതെങ്ങനെ കണ്ടുപിടിച്ചതെന്നും കൂടെ ഓർക്കാം. 50 ആണ് തന്നത്. അതൊരു മേജർ പാർട്ട് ഓഫ് ദ സർക്കിൾ ആംഗിൾ ആണ്. സോ മൈനർ പാർട്ടിൽ ടാൻജന്റുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ 50 തന്നെ ആയിരിക്കും. അപ്പൊ നമുക്ക് അവിടെയുള്ള ഈ ഒരു ട്രയാങ്കിൾ മാത്രം നോക്കിയാൽ മതി. അവിടെ നമുക്ക് ഈ ആംഗിൾ എഴുതാൻ പറ്റും 80 എന്ന്. തിരിച്ച് 80 തന്നു. അപ്പോൾ ഈ രണ്ട് ആംഗിൾസ് 80 ആയിരിക്കും. അപ്പോൾ ഇത് നമുക്ക് എഴുതാൻ 20. രണ്ട് ആംഗിൾസ് കിട്ടിയാൽ മൂന്നാമത്തെ ആംഗിൾ സം പ്രോപ്പർട്ടി ഉപയോഗിച്ച് കണ്ടുപിടിക്കും. സെക്കൻഡ് ടേം 2017 ചോദിച്ച 5 മാർക്സിന്റെ ക്വസ്റ്റ്യൻ. ചിത്രം ശ്രദ്ധിക്കുക. ഇൻ ദ ഫിഗർ PA, PB, CD are tangents to the circle with center O. Angle P is equal to 70 degree. ഫസ്റ്റ് പാർട്ടിൽ നമുക്ക് കാണേണ്ടത് ആംഗിൾ PCD പ്ലസ് ആംഗിൾ PDC എത്രയാണെന്ന് കാണണം. ആംഗിൾ ODC പ്ലസ് ആംഗിൾ OCD എത്രയാണെന്ന് കാണണം. മൂന്നാമത്തെ പാർട്ടിൽ ഇഫ് ആംഗിൾ AOC ഈക്വൽ ടു 25 ഡിഗ്രി ദെൻ വാട്ട് ഇസ് ആംഗിൾ BOD. നിങ്ങൾക്ക് കാണാം ചിത്രത്തിൽ PA, PB, CD ഇവ O കേന്ദ്രമായ വൃത്തത്തിലെ തൊടുവരകളാണ്. ആംഗിൾ P തന്നിട്ടുണ്ട് 70 ഡിഗ്രി. നമുക്ക് 1 by 1 ആൻസർ എഴുതാം. ആദ്യം കണ്ടുപിടിക്കേണ്ടത് ആംഗിൾ PCD പ്ലസ് ആംഗിൾ PDC. മാർക്ക് ചെയ്യാം. PCD ഈ ആംഗിളും പിന്നെ PDC ഈ ആംഗിളും കൂട്ടിയാൽ എത്രയാണ് കിട്ടുക എന്നാണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം ആ രണ്ട് ആംഗിളും ഈ ട്രയാങ്കിൾ PCDയിലെ രണ്ട് ആംഗിൾസ് ആണ്. അതിൽ ഒരു ആംഗിൾ 70 ഡിഗ്രി ആണെങ്കിൽ ഇത് രണ്ടും കൂട്ടിയാൽ എത്രയാണ് കിട്ടേണ്ടത്? ടോട്ടൽ 180 കിട്ടണം. ഇത് രണ്ടും കൂട്ടിയാൽ 110 ആണ് കിട്ടേണ്ടത്. സോ ഒന്നാമത്തെ ആൻസർ നമുക്ക് കിട്ടി 110 ഡിഗ്രി. ആംഗിൾ PCD പ്ലസ് ആംഗിൾ PDC ഇസ് ഈക്വൽ ടു 110 ഡിഗ്രി. ഇനി രണ്ടാമത്തത് ആംഗിൾ ODC പ്ലസ് ആംഗിൾ OCD. ഞാൻ റെഡ് കളറിൽ മാർക്ക് ചെയ്യുന്നതാണ് കണ്ടുപിടിക്കേണ്ടത്. ODCയും OCDയും കൂട്ടിയാൽ എത്രയാണ് കിട്ടുന്നതെന്നാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് കാണാം നമ്മൾ ഈ രണ്ട് ആംഗിൾസും ഇത്രയും കൂടെ ചേർന്നാൽ 180 ഡിഗ്രി കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ആംഗിൾ മൊത്തത്തിൽ കാണാൻ പോവാണ്. എനിക്ക് ഈ രണ്ട് ആംഗിളിന്റെ സമ്മ് കാണണമെങ്കിൽ ഇതെത്രയാണെങ്കിലും അറിഞ്ഞിരിക്കണം. അപ്പം അതൊന്നും തന്നിട്ടില്ല. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഇത് 70 ആണെങ്കിൽ ഇത് ടോട്ടൽ കിട്ടും 110 ആണ്. പക്ഷെ ഇത് എത്രയാന്ന് പറയണമെങ്കിൽ ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്നെങ്കിലും അറിഞ്ഞിരിക്കണം നമുക്ക്. അത് തന്നിട്ടില്ല. അപ്പം ആ രീതിയിൽ മുന്നോട്ടേക്ക് പോകാൻ കഴിയില്ല. ഇത് കുറച്ച് ശ്രദ്ധിക്കേണ്ട ഒരു പാർട്ടാണ്. നമുക്ക് ഇത്ര ഇൻഫർമേഷൻ ഉള്ളൂ എങ്കിൽ ഞാൻ കണ്ടുപിടിക്കുന്നത് ഈ ടോട്ടൽ ആംഗിൾ എത്രയാന്ന് കണ്ടുപിടിക്കും. ഓക്കെ, ഞാൻ റെഡ് 2 വര വരച്ചതാണ് നമുക്ക് കാണേണ്ട ആംഗിൾ. അതിനു വേണ്ടി ഞാൻ ഇത്രയും ആംഗിൾസ് ഓക്കെ റെഡ് ലൈനിൽ വരച്ച 2 വരയുടെയും മറ്റേ ആംഗിളും എത്രയാണ് കണ്ടുപിടിക്കും. അത് എന്ന് പറയുന്നത് DCA ആണ്. ആണല്ലോ? അപ്പം ഞാൻ രണ്ടാമത്തെ ആൻസറിന് വേണ്ടി ഫസ്റ്റ് ആംഗിൾ DCA കാണുന്നു. ആംഗിൾ DCA അതായത് ഈ ആംഗിൾ എന്ന് പറയുന്നത് 180യിൽ നിന്ന് ഇത്രയും 180 ആവേണ്ടത്. 180യിൽ നിന്ന് ഈ ആംഗിൾ കുറച്ച് കളയുന്നതാണ്. ഓക്കെ, 180 മൈനസ് ആംഗിൾ PCD ആണ്. അതേപോലെ ഞാൻ ഇപ്പുറത്തും കാണുന്നു. കാരണം ഇവിടെ രണ്ടാംഗിൾ ഓൾറെഡി മാർക്ക് ചെയ്തു. ഇതും കൂടി എടുക്കുകയാണെങ്കിൽ ടോട്ടൽ 180 ആണ് വരേണ്ടത്. അപ്പം ഞാൻ റെഡ് കളറിൽ മാത്രം മാർക്ക് ചെയ്തതിനെ എടുക്കുകയാണെങ്കിൽ ആംഗിൾ CDB എന്ന് പറയുന്നത് ടോട്ടൽ 180യിൽ നിന്ന് ഈ ആംഗിൾ കുറച്ച് കളയുന്നതാണ്. ആംഗിൾ PDC കുറച്ച് കളയുന്നതാണ്. ഓക്കെ, ഇനി എന്താ ചെയ്യുന്നത് നോക്കിക്കോ. ഇവിടെ ഞാൻ PCDയും PDCയും കണക്ട് ചെയ്തത് PCDയും PDCയും കൂട്ടിയാൽ 110 എന്ന റിസൾട്ട് A പാർട്ടിലുണ്ട്. അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ രണ്ടെണ്ണം എടുത്തത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിന് രണ്ടിനെയും ഞാൻ കൂട്ടുന്നു. ഇതിന് 1 എന്നും ഇതിന് 2 എന്നും കൊടുത്താൽ ഇത് രണ്ടും ആഡ് ചെയ്യുന്നു.
അപ്പൊ ലെഫ്റ്റ് സൈഡിലുള്ള ആംഗിൾ ഡി സി എ പ്ലസ് ആംഗിൾ സി ഡി ബി കൂട്ടിയാൽ എന്ത് കിട്ടും? 180 180 കൂട്ടുന്നു. അപ്പൊ നമുക്ക് 360 എന്ന് കിട്ടുന്നു. മൈനസ് പി സി ഡി മൈനസ് പി ഡി സി എന്ന് പറഞ്ഞാൽ രണ്ടിടത്തും മൈനസ് ഉണ്ട്. മൈനസ് പുറത്തെടുത്തിട്ട് ഇത് രണ്ടും കൂട്ടുന്നു. ആംഗിൾ പി സി ഡി പ്ലസ് ആംഗിൾ പി ഡി സി. കണ്ടോ? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മൈനസ് പി സി ഡി മൈനസ് പി ഡി സി എന്നാണ് കിട്ടുക. സോ ദിസ് ഇസ് 360 മൈനസ് ഇത് രണ്ടും കൂട്ടിയാൽ കിട്ടുന്നത് ഒന്നാമത്തെ പാർട്ടിൽ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 110 ഡിഗ്രി ആണെന്ന്. അപ്പൊ 360 110 കുറച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 250 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ, അതായത് ഈ രണ്ട് ആംഗിൾസും ചുമന്ന വരയിൽ മാർക്ക് ചെയ്ത രണ്ട് ആംഗിൾസും കൂടെ കൂട്ടിയാൽ 250 ആണ് കിട്ടുക. ഇനി നോക്കേണ്ടത് സി എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് സി ഡി ടാൻജന്റ് ആണ്. ഓക്കെ, സി എന്ന് പറയുന്നത് ഈ സർക്കിളിന്റെ പുറത്തുള്ള ഒരു പോയിന്റ് ആണ്. ഓക്കെ, സർക്കിളിന്റെ പുറത്തുള്ള ഒരു പോയിന്റിൽ നിന്നുള്ള ടാൻജൻസ് ആണ് സി എയും പിന്നെ ഇവിടെ ഒരു പോയിന്റ്. അതിന്റെ ആവശ്യമില്ല, അതുകൊണ്ട് ഞാൻ മാർക്ക് ചെയ്യുന്നില്ല. ഈ രണ്ട് ടാൻജൻസ് നമുക്ക് ലെങ്ത്തിന്റെ ആവശ്യമില്ല, ആംഗിൾ ആണ് കാണേണ്ടത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് സെന്ററിൽ നിന്ന് പുറത്തെ പോയിന്റിലേക്കുള്ള ലൈൻ നമ്മളൊരു പ്രൂഫായിട്ട് ചെയ്തിട്ടുണ്ട്. ആ ആംഗിളിനെ ബൈസെക്ട് ചെയ്യുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത് ടോട്ടൽ ഈ ആംഗിളും കൂടെ കൂട്ടിയാലാണ് 250. അപ്പോൾ ഈ ഒരു രണ്ട് വര വരച്ചിരിക്കുന്ന ഈ ആംഗിൾ എന്ന് പറയുന്നത് ഹാഫ് ഓഫ് ഇപ്പോൾ നമ്മൾ കണ്ട ഈ വലിയ ചുമന്ന ആംഗിളാണ്. കാരണം ഈ ഒ സി എന്ന ലൈൻ സിയിനെ ബൈസെക്ട് ചെയ്യുന്നു. ഓക്കെ, ഒ സി ബൈസെക്ട്സ് ആംഗിൾ ഈ ആംഗിളിന് ഈ ടോട്ടൽ ആംഗിളിനെ നമുക്ക് എങ്ങനെ വിളിക്കാം? ഡി സി എ, ആംഗിൾ ഡി സി എ. ഒ സി ബൈസെക്ട്സ് ആംഗിൾ ഡി സി എ. അതേപോലെ ഇവിടെയാണെങ്കിലോ ഒ ഡി ബൈസെക്ട്സ് ആംഗിൾ ഈ ആംഗിളിന്, അതായത് സി ഡി ബി. അപ്പൊ നമുക്ക് വേണ്ടത് ഈ രണ്ട് വര വരച്ചതാണ്. Therefore, ആംഗിൾ ഒ സി ഡി, ഈ രണ്ട് റെഡ് ലൈൻ വരച്ച ആംഗിൾ എന്ന് പറയുന്നത് ഈ വലിയ ആംഗിളിന്റെ പകുതിയാണ്. ഹാഫ് ഓഫ് ആംഗിൾ ഡി സി എ. ഇതെന്ന് പറയുന്നതോ ആംഗിൾ ഒ ഡി സി ഈസ് ഈക്വൽ ടു ഹാഫ് ഓഫ് ആംഗിൾ സി ഡി ബി. നമുക്ക് കാണാൻ പറഞ്ഞത് ഒ ഡി സിയും ഒ സി ഡിയും കൂട്ടിയാൽ എത്രയാണെന്നാണ്. നമുക്ക് ഇതിനെ രണ്ടിനെയും കൂട്ടാം. Therefore, ആംഗിൾ ഒ സി ഡി പ്ലസ് ആംഗിൾ ഒ ഡി സി എന്ന് പറയുന്നത് ഹാഫ് ആംഗിൾ ഡി സി എ പ്ലസ് ഹാഫ് ആംഗിൾ സി ഡി ബി. ഓക്കെ, രണ്ടിടത്തും ഹാഫ് ഉണ്ട്, ഹാഫ് പുറത്തേക്ക് എടുക്കാം. അപ്പൊ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ ആംഗിൾ ഡി സി എ പ്ലസ് ആംഗിൾ സി ഡി ബി എന്ന് കിട്ടും. ഇത് നമ്മൾ കണ്ടുപിടിച്ചിരുന്നു. എത്രയായിരുന്നു? 250 ഡിഗ്രി എന്ന് നമ്മൾ ഡി സി എയും സി ഡി ബിയും കൂട്ടിയാൽ 250 എന്ന് നമ്മൾ കണ്ടുപിടിച്ചിരുന്നു. 250ന്റെ ഹാഫ് എത്രയാ? 125 ഡിഗ്രിയാണ് രണ്ടാമത്തതിന്റെ ആൻസർ. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ആദ്യം ഇത്രയും കണ്ടു, കാരണം ഈ ഒ സി എന്ന് പറയുന്നത് ഈ ആംഗിളിനെ ബൈസെക്ട് ചെയ്യുന്നു. കാരണം സിയിൽ നിന്ന് സർക്കിളിലേക്ക് ടാൻജൻസ് വരച്ചിരിക്കുന്നു. ഒ ആ സർക്കിളിന്റെ കേന്ദ്രമാണ്. സോ ഒയിൽ നിന്ന് പുറത്തുള്ള ബിന്ദുവിലേക്കുള്ള അകലം ടാൻജന്റുകൾ തമ്മിലുള്ള കോണിനെ ബൈസെക്ട് ചെയ്യുന്നു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനെയും ബൈസെക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് നമ്മൾ ഒരു പ്രൂഫായിട്ട് തന്നെ പഠിച്ചതാണ്. ആ റിസൾട്ടാണ് ഇവിടെ ഉപയോഗിച്ചത്. ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. സി പാർട്ടിൽ നമുക്ക് ഒരു ആംഗിൾ തന്നിട്ടുണ്ട്. ആംഗിൾ എ ഒ സി 25 ഡിഗ്രി എന്ന്, അതായത് ഈ ആംഗിൾ 25 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്.
ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചു ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ 125 ആണ്. അപ്പോൾ ഇത് എത്രയായിരിക്കും? ഇത് രണ്ടും 125 ആണെങ്കിൽ ഇത് 55 ഡിഗ്രി ആയിരിക്കും. എന്നാലാണ് ഈ ഗ്രീൻ ട്രയാങ്കിളിന്റെ 3 ആംഗിൾസും കൂടെ കൂട്ടിയാൽ 180 കിട്ടുകയുള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് എത്രയെന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? അതാണ് നമ്മളോട് കാണാൻ പറഞ്ഞത്. ഈ ടോട്ടൽ ആംഗിൾ എത്രയാണ്? ഇത് 70 ആണെങ്കിൽ ടോട്ടൽ ആംഗിൾ എത്രയാ വേണ്ടത്? ഇത് രണ്ടും സപ്ലിമെന്ററി ആണ്. ആംഗിൾ ബിറ്റ്വീൻ ടാൻജൻസ് ആണ് 70. ഈ AOB എന്ന ടോട്ടൽ ആംഗിൾ, ആംഗിൾ ബിറ്റ്വീൻ റേഡി ആണ്. രണ്ടും സപ്ലിമെന്ററി ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത് 70 ആണെങ്കിൽ ഇത് മൊത്തത്തിൽ 110 ആണ് വരേണ്ടത്. ഇത് 25, ഇത് 55. 25ഉം 55ഉം ആയപ്പോൾ തന്നെ അത് 80 ആയി. അപ്പോൾ ഇത് എത്രയായിരിക്കണം? 110 കിട്ടണമെങ്കിൽ ഇത് 30 ഡിഗ്രി ആയിരിക്കും. നമുക്കതിന്റെ ആൻസർ കിട്ടി. സിന്റെ ആൻസർ 30 ഡിഗ്രി. ബുദ്ധിമുട്ടൊന്നുമില്ല. ചിന്തിക്കുമ്പോൾ കുറച്ച് നിങ്ങൾ എപ്പോഴും ക്വസ്റ്റ്യൻ തരുമ്പം അതിനകത്തുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. PA, PB, CD ഇത് 3ഉം ടാൻജന്റ് എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ 3 ടാൻജന്റുകൾ നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഓക്കെ, PAയും PBയും ടാൻജന്റുകൾ ആയതുകൊണ്ടാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാൻ നമ്മൾ ഈ 110ഉം 70ഉം എടുത്തത്. CD ടാൻജന്റ് ആയതുകൊണ്ടാണ് സിയിൽ നിന്നുള്ള ടാൻജൻസ് CAയും ഈ ഒരു പോയിന്റും എടുത്തത്. അതുകൊണ്ടാണ് OC ബൈസെക്ട് ചെയ്തത്. അപ്പോൾ ഇത്രയും കിട്ടിയാൽ അതിന്റെ പകുതിയാണ് ഇത്. ഇത് നമുക്ക് ആവശ്യമാണ്. ഇതിന്റെ രണ്ടിന്റെ സമ്മ് കാണാൻ ക്വസ്റ്റിനകത്ത് പറഞ്ഞിരുന്നു. ആ രീതിയിൽ ചിന്തിക്കുക. എക്സാമിന് ചോദിക്കുമ്പോൾ ഇതിലൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ഇപ്പോഴും വരാറുള്ളൂ. അപ്പൊ ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് തന്നെ പ്രാക്ടീസ് ചെയ്യും. സെക്കൻഡ് ടേം 2016 ചോദിച്ച 2 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ്. ചിത്രം ശ്രദ്ധിക്കുക. ഇൻ ദ ഫിഗർ AB ആൻഡ് AD ആർ ടാൻജൻസ് ടു ദ സർക്കിൾ വിത്ത് സെന്റർ അറ്റ് O. If angle BAD is equal to 80 degree, then find angle BOD and BCD. ഇതും കണ്ടുപിടിക്കണം, ഇതും കണ്ടുപിടിക്കണം. വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സെൻട്രൽ ആംഗിൾ തന്നിട്ടുണ്ട്. ദാറ്റ് ഇസ് ആംഗിൾ ബിറ്റ്വീൻ റേഡിയസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആംഗിൾ ബിറ്റ്വീൻ ടാൻജൻസ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ 180 ആണ് കിട്ടേണ്ടതെന്ന് നമുക്കറിയാം. സോ ഈ ആംഗിൾ എത്രയായിരിക്കും? 100 ആയിരിക്കും. ഇതിന്റെ പുറകിലുള്ള ആംഗിൾ ആണ്. ഇതിന്റെ പുറകില് ഈ സെൻട്രൽ ആംഗിളിന്റെ അതേ കോഡ് നിർണ്ണയിക്കുന്ന വൃത്തത്തിലെ ആംഗിൾ ആണ് ബാക്കിലുള്ളത്. സോ 100ന്റെ പകുതിയാണ് അവിടെ വരിക. സോ 50. അപ്പൊ നമുക്ക് ആൻസർ കിട്ടി. ആംഗിൾ BOD ഇസ് ഈക്വൽ ടു 100 ഡിഗ്രിയും ആംഗിൾ BCD ഇസ് ഈക്വൽ ടു 50 ഡിഗ്രി. SSLC 2020 ചോദിച്ച 5 മാർക്സിന്റെ ക്വസ്റ്റ്യൻ നോക്കാം. ചിത്രം ശ്രദ്ധിക്കുക. In the figure, O is the center of the large circle. Center of the small circle is C. OP is a tangent to the small circle. Angle BOQ, it is 50 degree. We need to find angle OAQ, angle OCP, angle APO, and last angle POQ. ഇത്രയും കണ്ടുപിടിക്കണം. ചിത്രത്തില് 2 സർക്കിൾസ് കാണാം നിങ്ങൾക്ക്. ഒരു വലിയ സർക്കിളും ഒരു ചെറിയ സർക്കിളും. O വലിയ വൃത്തത്തിന്റെ കേന്ദ്രമാണ്. C ചെറിയ വൃത്തത്തിന്റെ കേന്ദ്രം. OP ചെറിയ വൃത്തത്തിലേക്കുള്ള തൊടുവരയാണ്. കോൺ BOQ 50 ഡിഗ്രി എന്നും തന്നിട്ടുണ്ട്. നമുക്ക് 1 by 1 ആയിട്ട് കണ്ടുപിടിക്കാം. ആദ്യമായി കാണേണ്ടത് ആംഗിൾ OAQ ആണ്. അപ്പോൾ ആംഗിൾ OAQ നമുക്ക് മാർക്ക് ചെയ്യാം. ആംഗിൾ OAQ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. എപ്പോഴും നമുക്ക് ആകെ തന്നിട്ടുള്ള ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ആംഗിൾ BOQ 50 ഡിഗ്രി ആണ്. നമുക്ക് കാണാം ആംഗിൾ BOQ വലിയ സർക്കിളിന്റെ സെന്ററിലുള്ള ആംഗിളാണ്. ആ ആംഗിള് BQ എന്ന കോഡ് ഉണ്ടാക്കിയ ആംഗിളാണ് ഈ 50 ഡിഗ്രി. അപ്പൊ നിങ്ങൾക്ക് കാണാം ഇതേ കോഡ് BQ എന്ന കോഡ്
സർക്കിൾ ഉണ്ടാക്കിയ ആംഗിളാണ് നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇവിടെ നമ്മൾ ചെറിയ സർക്കിൾ കൺസിഡർ ചെയ്യേ വേണ്ട. നമുക്ക് തന്നിരിക്കുന്നത് വലിയ സർക്കിളിലെ സെൻട്രൽ ആംഗിളാണ്, കേന്ദ്ര കോണാണ് തന്നിരിക്കുന്നത് 50 ഡിഗ്രി. അതുണ്ടാക്കിയത് BQ എന്ന കോഡാണ്, BQ എന്ന ഞാനാണ്. അതേ BQ എന്ന ഞാൻ സർക്കിളിന്റെ മേജർ പാർട്ടിൽ ഉണ്ടാക്കിയ ആംഗിളാണ് നമ്മളോട് കാണാൻ പറഞ്ഞത്. നമുക്കറിയാം സെൻട്രൽ ആംഗിൾ എത്രയാണോ അതിന്റെ പകുതിയാണ് മേജർ പാർട്ടിൽ ഉണ്ടാക്കുന്ന ആംഗിൾ. ഓക്കെ, അപ്പൊ ഇത് 50 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾ എത്രയാ വരിക? 25 ഡിഗ്രി. നമുക്ക് റീസൺസ് ഒന്നും എഴുതണമെന്നില്ല, കാര്യം മനസ്സിലാക്കുക. അത് എത്രയാ വരിക? 25 ഡിഗ്രിയാണ് വരിക, 50യുടെ ഹാഫ്. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ആൻസർ കണ്ടെത്താം. ആംഗിൾ OCP. അപ്പോൾ ആംഗിൾ OCP നമുക്ക് മാർക്ക് ചെയ്യാം. OCP ഈ ആംഗിളാണ് കണ്ടുപിടിക്കുന്നത്. OCP എന്ന ആംഗിൾ C ആണ്. ആണല്ലോ, C എന്ന് പറയുന്നത് ചെറിയ സർക്കിളിന്റെ സെന്റർ ആണ്. സോ ഈ ഒരു സെൻട്രൽ ആംഗിൾ ആണ് നമുക്ക് കാണാൻ പറഞ്ഞിരിക്കുന്നത്. സോ നിങ്ങൾക്ക് കാണാം ഈ ഒരു സെൻട്രൽ ആംഗിൾ ഉണ്ടാക്കിയിരിക്കുന്ന കോഡ് ഈ ഒരു കോഡായിരിക്കും. ഓക്കെ, ആ കോഡിലുള്ള ഒരാംഗിൾ, ആ കോഡ് ഉണ്ടാക്കിയ സർക്കിൾ ഉണ്ടാക്കിയ ആംഗിൾ ആണ് ഇത്. അത് 25 എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതേ കോഡ് സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയായിരിക്കും? ഇതെത്രയാണോ അതിന്റെ ഡബിൾ. സെന്ററിൽ നിന്ന് പുറകിലോട്ട് പോകുമ്പോൾ ഹാഫ് എടുക്കും, പുറകിൽ നിന്നുള്ള ആംഗിൾ തന്ന് മുമ്പിലോട്ട് പോകുമ്പോൾ ഡബിൾ എടുക്കും. അപ്പൊ ഇത് 25 ആണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? 50 ഡിഗ്രി ആയിരിക്കും. സോ ഈ ആംഗിൾ 50 ഡിഗ്രി. സോ ആദ്യത്തെ ആൻസർ നമ്മൾ കണ്ടെത്തിയത് ലാർജ് സർക്കിൾ ഉപയോഗിച്ചിട്ടായിരുന്നു. എന്നാൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ കണ്ടത് സ്മോൾ സർക്കിൾ ഉപയോഗിച്ചിട്ടാണ്. ആദ്യ സർക്കിൾ ഉപയോഗിച്ചിട്ട് ലാർജ് സർക്കിൾ യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ ആംഗിൾ കണ്ടുപിടിച്ചു 25. പിന്നീട് അതേ ആംഗിൾ നമ്മൾ സ്മോൾ സർക്കിൾ ഉപയോഗിച്ചിട്ടാണ് ഈ സെൻട്രൽ ആംഗിൾ കണ്ടുപിടിച്ചത്. സോ ആംഗിൾ OCP നമുക്ക് കിട്ടി 50 ഡിഗ്രി എന്ന്. ഇനി നമുക്ക് അടുത്തതായിട്ട് കാണേണ്ടത് ആംഗിൾ APO ആണ്. ആംഗിൾ APO നമുക്ക് മാർക്ക് ചെയ്യാം. ആംഗിൾ APO എന്ന് പറയുന്നത് ഈ ഫുൾ ആംഗിൾ ആണല്ലോ. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ ഈ ആംഗിൾ APO ഞാൻ ജസ്റ്റ് ഇവിടെ മാറ്റി വരയ്ക്കാം. ഇത് A, ഇത് P, ഇത് O. നമുക്ക് ഈ ആംഗിൾ കണ്ടുപിടിച്ചിരുന്നു 25 ഡിഗ്രി എന്ന്. ഇതിനെ നമ്മൾ ഇങ്ങനെ വരച്ചിട്ടുണ്ട്. ഇത് C. ഈ ആംഗിൾ നമ്മൾ കണ്ടുപിടിച്ചു, അത് 50 എന്ന്. ഇത് 50 ആണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? ടോട്ടൽ 180 വരണം. സോ ഈ ആംഗിൾ 130 ആണ് വരിക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ആംഗിൾ എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ കഴിയും. 130ഉം 25ഉം വന്നാൽ 155 ആയി. ബാക്കി 155 കഴിഞ്ഞിട്ട് നമുക്ക് 180യിലേക്ക് എത്താൻ ഇത് 25 ആകും. ഓക്കെ, അത് വേറെ രീതിയിലും എടുക്കാം. C സെന്റർ ആണെന്ന് തന്നിട്ടുണ്ട്. സോ CAയുടെ ലെങ്ത്തും CPയുടെ ലെങ്ത്തും സെയിം ആണ്, റേഡിയസ് ആണ്. സോ ഈ ആംഗിൾ 25 എന്ന് കിട്ടിയ സ്ഥിതിക്ക് ഈ ആംഗിൾ നമുക്ക് വേഗം എഴുതാൻ പറ്റും 25 എന്ന്. ഇനി ടോട്ടൽ ആംഗിൾ ആണ് കാണേണ്ടത്. ഈ ആംഗിൾ എത്രയാ വരിക? ഇത് റേഡിയസും ടാൻജന്റും തമ്മിൽ ഉണ്ടാക്കിയ ആംഗിൾ ആണ്. OP ടാൻജന്റ് ആണ്, ചെറിയ സർക്കിളിന്റെ ടാൻജന്റ് ആണ്, തൊടുവരയാണ്. CP എന്ന് പറയുന്നത് ചെറിയ സർക്കിളിന്റെ റേഡിയസ് ആണ്, ആരമാണ്. അത് തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 90 ആണ്. അപ്പൊ 25ഉം 90യും കൂടെ കൂട്ടുന്നതാണ് ആംഗിൾ APO. 25ഉം 90യും കൂടെ കൂട്ടിയാൽ നമുക്ക് 115 ഡിഗ്രി എന്ന് ആംഗിൾ APO കിട്ടും. ലാസ്റ്റ് ആംഗിളിലേക്ക് പോവാം. ആംഗിൾ POQ. ഈ ഒരു ആംഗിളാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഇത്രയും 90 ഡിഗ്രി ആണെന്നറിയാം. ഈ ആംഗിൾ 50 ആണ് കണ്ടെത്തിയിട്ടുണ്ട്. അതായത് ഞാൻ ആ PCO മാത്രം വരയ്ക്കുകയാണ്. PCO ആംഗിൾ P 90 ആണ്. ആംഗിൾ C നമ്മൾ കണ്ടുപിടിച്ചു 50 ആണെന്ന്.
അങ്ങനെയാണെങ്കിൽ ഈ O എന്ന് പറഞ്ഞ ആംഗിൾ എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. 19, 15 വന്നാൽ ഇത് എത്രയാവണം? 40 ആയിരിക്കും. സോ ഈ ആംഗിൾ വരിക 40. അപ്പോൾ ഈ 3 ആംഗിൾസും കൂട്ടുമ്പോൾ 180 ആണ് വരേണ്ടത്. ഇത്രയും 40, ഇത്രയും 50, സോ 90 വന്നു. ബാക്കി 90 ആണ് ഈ ആംഗിൾ വരിക. സോ ആംഗിൾ POQ വരുന്നത് 90 ഡിഗ്രി.